ചൊവ്വയിൽ കണ്ടെത്തിയത് അന്യഗ്രഹ തോക്കോ അതോ നാസ ഒളിപ്പിക്കുന്ന ഒരു രഹസ്യമോ? സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ച ചിത്രത്തിന് പിന്നിലെ സത്യാവസ്ഥ മനുഷ്യരാശിയെ എക്കാലത്തും വിസ്മയിപ്പിക്കുന്നതും അതേപോലെ തന്നെ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ശാസ്ത്രലോകം വലിയ അത്യാധുനിക ഉപകരണങ്ങളുമായി ഈ നിഗൂഢ ഗ്രഹത്തെ പര്യവേഷണം ചെയ്യുമ്പോൾ ഭൂമിയിലെ അന്യഗ്രഹ അനുഭാവികളും ഗൂഢാലോചന സിദ്ധാന്തക്കാരും ഓരോ പുതിയ ചിത്രത്തിലും അന്യഗ്രഹ ജീവൻ്റെ തെളിവുകൾക്കായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള വിയോൺ ഉൾപ്പെടെയുള്ള മുൻനിര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ വിവാദമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. 2014 നാസയുടെ വിഖ്യാതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി റോവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് പകർത്തിയിട്ടുള്ള ഒരു പഴയ ഫോട്ടോയാണ് ഈ പുതിയ കൊടുങ്കാറ്റിന് കാരണമെന്ന് പറയുന്നത്. ഒറ്റനോട്ടത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു കൈത്തോക്കിനോട് സാമ്യമുള്ള ഒരു രൂപം ഈ ചിത്രത്തിൽ ദൃശ്യമാകുന്നതാണ് അന്യഗ്രഹങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചിട്ടുള്ള പഴയ സിദ്ധാന്തങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുന്നത്. ഇൻ്റർനെറ്റിൽ കാട്ടുതീ പോലെ പടരുന്ന ഈ ചിത്രം ചുവന്ന ഗ്രഹത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു വികസിത നാഗരികതയുടെ തെളിവാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നതും അതുതന്നെയാണ്. ബഹിരാകാശ നിഗൂഢതകളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും സ്ഥിരമായി എഴുതുന്ന UFO സൈറ്റിങ്സ് ഡെയിലി എന്ന വെബ്സൈറ്റിൻ്റെ സ്ഥാപകനും പ്രശസ്ത ചൊവ്വ ഗവേഷകനുമായിട്ടുള്ള സ്കോട്ട് സി ബാറിംഗ് ആണ് ഈ ചിത്രത്തിന് പിന്നിലെ പ്രധാന വക്താവ് എന്ന് പറയുന്നത്. അടുത്തിടെ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രം വീണ്ടും പങ്കുവെച്ചതോടുകൂടിയാണ് ചർച്ചകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. വാറിങ്ങിൻ്റെ അവകാശവാദം അനുസരിച്ച് ചൊവ്വയിലെ ഈ അന്യഗ്രഹ തോക്കിന് ഏകദേശം 1 അടി നീളമുണ്ട്. തൻ്റെ ബ്ലോഗ് പോസ്റ്റിൽ ഈ വസ്തുവിനെ അവിശ്വസനീയമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം SOL 3773 ചൊവ്വയിലെ 3773 ദിവസം അന്നാണ് ഇത് മൗണ്ട് എഡ്ജ് കൂംബയ്ക്കും അതേപോലെ തന്നെ വോഡോവിയാക്ക് റിഡ്ജിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിലും ഗൗരവമേറിയിട്ടുള്ള മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് വാറിംഗ് നാസയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഈ വസ്തുവിൻ്റെ കൂടുതൽ വ്യക്തതയേറിയിട്ടുള്ള ചിത്രങ്ങൾ റോവർ പകർത്തിയിട്ടുണ്ടെന്നായിരുന്നുവെന്നും എന്നാൽ ചൊവ്വയിലെ അന്യഗ്രഹ രഹസ്യങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് ഇല്ലാതാക്കി എന്നുമാണ് വാറിങ്ങിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. സ്കോട്ട് ബാറിങ്ങിൻ്റെ ഈ തിയറികൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചെങ്കിലും ഭൂരിഭാഗം നെറ്റിസൺമാരും ഈ അവകാശവാദങ്ങളെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളോടെയാണ് നേരിട്ടത്. മനുഷ്യർക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള മനുഷ്യൻ്റെ കൈകൾക്കും വിരലുകൾക്കും മാത്രം അനുയോജ്യമായിട്ടുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു തോക്ക് എന്തിനാണ് ചൊവ്വയിലെ അന്യഗ്രഹ ജീവികൾ ഉപയോഗിക്കുന്നത് എന്ന ലളിതമായിട്ടുള്ള ചോദ്യമാണ് പല ആളുകളും ഉയർത്തുന്നത്. ചൊവ്വയിലെ നിവാസികൾക്ക് ഭൂമിയിലെ മനുഷ്യരുടെ അതേ അനോട്ടമി എങ്ങനെ ഉണ്ടാകുമെന്നും അവർക്ക് എന്തിനാണ് തോക്കുകൾ ആവശ്യമെന്നും നെറ്റിസൺമാർ ചോദിക്കുന്നുണ്ട്. വിയോൺ റിപ്പോർട്ട് ചെയ്തതുപോലെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം ഉപയോക്താക്കളും ഇത് അന്യഗ്രഹ ജീവൻ്റെ തെളിവല്ലെന്നും മറിച്ച് പ്രകൃതിദത്തമായിട്ട് രൂപം കൊണ്ട വെറും ഒരു പാറക്കഷ്ണം മാത്രമാണെന്നും ഉറപ്പിച്ചു പറയുന്നു. ചൊവ്വയിൽ നിന്നുമുള്ള സാധാരണ ചിത്രങ്ങളെ കൃത്രിമ വസ്തുക്കളായിട്ട് ചിത്രീകരിച്ച് വാറിംഗ് രംഗത്തെത്തുന്നത് ഇതാദ്യമായിട്ടല്ല. മുൻപും നാസയുടെ റോവറുകൾ അയച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് വിചിത്രമായിട്ടുള്ള പല അവകാശവാദങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചൊവ്വയിലെ ഒരു ഗർത്തത്തിൻ്റെ അരികിൽ കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഷൂവിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. വെറുതെ ചിത്രം പങ്കുവെക്കുക മാത്രമല്ല, ആ ചെരുപ്പിന് പിന്നിൽ വലിയൊരു കഥ മെനയാനും വാറിങ് മടിച്ചില്ല. ഒരു കാലത്ത് ചുവന്ന ഗ്രഹത്തിൽ വസിച്ചിരുന്ന യുദ്ധത്തിലോ മറ്റോ ഇല്ലാതായിപ്പോയ ഒരു അന്യഗ്രഹ ജീവി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുടെ ഷൂ ആയിരിക്കാം ഇതെന്നും ആ ഗ്രഹത്തിലെ മുൻകാല ജീവിതത്തിൻ്റെ അവശേഷിക്കുന്ന ഒരേ ഒരു തെളിവ് ഇതാണെന്നുമായിരുന്നു അന്ന് വാറിങ് എഴുതിയത്. ഇത്തരം അവിശ്വസനീയമായിട്ടുള്ള കഥകൾ, സിദ്ധാന്തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുമെങ്കിലും ശാസ്ത്രീയമായിട്ട് ഇവയൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. ശാസ്ത്രലോകവും മനഃശാസ്ത്രജ്ഞരും വാറിങ്ങിൻ്റെ ഇത്തരം കണ്ടെത്തലുകളെ
പാരിഡോലിയ എന്ന മാനസിക പ്രതിഭാസമായിട്ടാണ് വിശദീകരിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കം പലപ്പോഴും എപ്പോഴും ഉപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള രൂപങ്ങളെയും മുഖങ്ങളെയും അർത്ഥശൂന്യമായിട്ടുള്ള വസ്തുക്കളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണിത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മേഘങ്ങളിലേക്ക് നോക്കുമ്പോൾ മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ രൂപങ്ങൾ കാണുന്നതും ചായക്കപ്പിലെ പതയിലെ മുഖങ്ങൾ ദൃശ്യമാകുന്നതുമെല്ലാം ഈ പാരിഡോലിയയുടെ ഭാഗമാണ്. ചൊവ്വയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും കളി കാരണം ചൊവ്വയിലെ സാധാരണ പാറക്കൂട്ടങ്ങൾ പലപ്പോഴും മനുഷ്യർക്ക് പരിചിതമായിട്ടുള്ള തോക്ക്, ഷൂ, മുഖങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ എന്നിവയായിട്ട് തോന്നും എന്നുള്ളതാണ്. ചൊവ്വയിൽ വാറിങ് കാണുന്ന അന്യഗ്രഹ തോക്ക് യഥാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് കാറ്റും പൊടിയും ഏറ്റു രൂപമാറ്റം സംഭവിച്ചിട്ടുള്ള വെറുമൊരു പാറ മാത്രമാണെന്ന് ശാസ്ത്രജ്ഞരെ അടിവരയിട്ട് പറയുന്നു. ഈ വിവാദ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ള നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവറിൻ്റെ ചരിത്രം ശാസ്ത്രലോകത്തിന് എന്നും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. 2004 ജനുവരി 25 ഓപ്പർച്യൂണിറ്റി റോവർ ചൊവ്വയിലെ മെറിഡിയാനി പ്ലാനറ്റിലെ ഈഗിൾ കെറ്റർ എന്ന ചെറിയ ഗർത്തത്തിൽ വിജയകരമായിട്ട് പതിച്ചത്. വെറും 90 ദിവസത്തെ ദൗത്യത്തിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഈ കുഞ്ഞു റോവർ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 14 വർഷത്തിലധികം ചൊവ്വയുടെ ഉപരിതലത്തിൽ പര്യവേഷണം നടത്തി. എന്നാൽ 2018 ചൊവ്വയിലുണ്ടായിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ആഗോള പൊടിക്കാറ്റ് ഈ ഇതിഹാസ റോവറിൻ്റെ യാത്രയ്ക്ക് വിരാമമിട്ടു. കനത്ത പൊടി അന്തരീക്ഷത്തെ മൂടിയതോടെ സൂര്യപ്രകാശം റോവറിൻ്റെ സോളാർ പാനലുകളിൽ എത്തുന്നത് പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടു. ഊർജം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റി 2028 ജൂണിൽ ഭൂമിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് തന്നെ എന്നേക്കുമായിട്ട് നിശബ്ദമായി. തുടർന്നുള്ള മാസങ്ങളിൽ റോവറിനെ ഉണർത്താൻ നാസ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ 2019 ഫെബ്രുവരിയിൽ ദൗത്യം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചതായിട്ട് നാസ പ്രഖ്യാപിച്ചു. ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന ചോദ്യത്തിന് നാസയ്ക്ക് വളരെ വ്യക്തവും ശാസ്ത്രീയവുമായിട്ടുള്ള മറുപടിയാണുള്ളത്. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായിട്ട് നടത്തിയിട്ടുള്ള പര്യവേഷണങ്ങളിലൂടെ ചൊവ്വയിലെ പണ്ട് കാലത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ശക്തമായിട്ട് തെളിവുകൾ നാസ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന നദികളുടെയും തടാകങ്ങളുടെയും അവശേഷിപ്പുകൾ റോവറുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എപ്പോഴെങ്കിലും സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വർത്തമാനകാലത്തെക്കുറിച്ച് നാസ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തീക്ഷ്ണമായിട്ടുള്ള അന്തരീക്ഷവും കടുത്ത റേഡിയേഷനും നിറഞ്ഞ ഇന്നത്തെ ചൊവ്വയിൽ ജീവൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ തൂക്കുകളോ ഷൂസുകളോ ഉപയോഗിക്കുന്ന വികസിത ജീവികൾ ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ വെറും ശാസ്ത്ര സാഹിത്യ കഥകൾ മാത്രമാണ്. ചൊവ്വയിലെ തൂക്കിൻ്റെ ചിത്രം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും ഷെയറുകളും നേടാൻ സഹായിക്കുമെങ്കിലും യഥാർത്ഥ ബഹിരാകാശ ശാസ്ത്രം ഇത്തരം സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് പ്രവർത്തിക്കുന്നത്. സ്കോട്ട് വാറിങ്ങിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന താല്പര്യജനകമായിട്ടുള്ള കഥകൾ ജനങ്ങളിൽ ബഹിരാകാശത്തെക്കുറിച്ച് താല്പര്യമുണ്ടാക്കാൻ ഒരു പരിധിവരെ കാരണമാകുമെങ്കിലും വസ്തുതകളെ മിഥ്യകളിൽ നിന്ന് വേർതിരിച്ചു കാണാൻ പൊതുജനം പഠിക്കേണ്ടതുണ്ട്. നാസ പോലുള്ള ഏജൻസികൾ സുതാര്യമായാണ് തങ്ങളുടെ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. വരും വർഷങ്ങളിൽ മനുഷ്യൻ നേരിട്ട് ചൊവ്വയിൽ കാലുകുത്തുമ്പോൾ മാത്രമേ ഇത്തരം എല്ലാ നിഗൂഢതകൾക്കും പാറക്കൂട്ടങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ സത്യം ലോകത്തിന് മുന്നിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുകയുള്ളൂ. അതുവരെ ചൊവ്വയിലെ ഓരോ പാറ കഷ്ണങ്ങളും മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്ക് പുതിയ കഥകൾ നൽകിക്കൊണ്ടേയിരിക്കും.